പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സർക്കാർ ആശുപത്രിയിൽ ഹർഷനയ്ക്ക് ജോലി. ഇന്ന് തന്നെ ഓർഡർ ലഭിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്ന് ഹർഷന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി നൽകാമെന്ന് ഉറപ്പ് നൽകിയെന്ന പ്രതികരണം. ഇത്രയും കാലം 9 വർഷം അനുഭവിച്ച പ്രയാസത്തിന്റെ നമ്മൾ എന്താ പറയാൻ വാക്കുകളില്ല. അത്രയധികം അനുഭവിച്ച എല്ലാത്തിനും ഇന്ന് ഈ ദിവസം അതിന് നീതി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും കാലം. പ്രതിപക്ഷ നേതാവായിരുന്നു എപ്പോഴും. ഇപ്പം എനിക്ക് ഉറപ്പ് തന്നു, എനിക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം എത്രയാണെങ്കിലും അത് തീർച്ചയായും നൽകുന്നു. പിന്നെ ചികിത്സ എത്രയായാലും അദ്ദേഹം നേരിട്ട് അത് നടത്തി തരുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ആരോഗ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം ജോലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉറപ്പ് നമ്മൾ കൈ തന്നു. ഇപ്പോൾ ഓർഡർ അടിച്ചു. ഇപ്പൊ തന്നെ കയ്യിൽ തരാന്ന് പറഞ്ഞ് എന്താ അറിയില്ല, സംസാരിക്കാൻ ആവുന്നില്ല സത്യം പറഞ്ഞ. ഇത്രയധികം സന്തോഷവും സമാധാനവും ഉണ്ട്. ഹരികൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരി, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നീതി തേടി എത്രയോ തവണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരോഗ്യമന്ത്രിക്ക് മുൻപിൽ മുട്ടി. പക്ഷേ ആ വാതിലുകളൊന്നും തുറന്നില്ല. ഈ സർക്കാർ മാറി വരുമ്പോൾ, പുതിയ ഭരണം വരുമ്പോൾ ഹർഷനയെ ചേർത്ത് പിടിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ ഹർഷന മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഹർഷന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്. 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോയതാണ് ഹർഷന. ക്യാബിനറ്റ് യോഗം, മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒരു 11:30 കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ കാണാൻ ഹർഷനയ്ക്ക് സാധിച്ചത്. അത് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ അവിടെ കാത്തിരുന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരനെയും കൂടെ കണ്ടിട്ട് ഹർഷന പുറത്തേക്ക് ഇറങ്ങിയത്. സെക്രട്ടേറിയറ്റിൽ ചെന്ന് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഹർഷന വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നത്. കാരണം തനിക്ക് നീതി ലഭിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം അവർക്ക് ജോലി വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് അനുഭാവപൂർവമായ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ ഹർഷനയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഹർഷനയ്ക്ക് ജോലി നൽകാമെന്ന ഉറപ്പ് ആരോഗ്യമന്ത്രിയും നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഹർഷനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഒരുപാട് ശസ്ത്രക്രിയകളും മറ്റുമൊക്കെ നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഹർഷന നേരിടുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചികിത്സയും നടക്കുകയാണ്. അപ്പോൾ ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തുക ആവുന്നുണ്ട് ഓരോ തവണയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പലപ്പോഴും ആരോഗ്യമന്ത്രി നൽകുന്ന ഉറപ്പുകൾ സമര സ്ഥലത്തേക്ക് എത്തി ചേർത്ത് പിടിച്ച് എല്ലാം ഓക്കെ പറഞ്ഞ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പോൾ അതുപോലെ ആകില്ല. എല്ലാം വേഗത്തിൽ തന്നെ, അതിവേഗം ഈ ഫയലുകൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? കാരണം ഹർഷന പുറത്തിറങ്ങിയതിനു ശേഷം ഹർഷന പറഞ്ഞത് ഇന്ന് തന്നെ അതൊരു ഓർഡറായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ആരോഗ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കണം ഹർഷന അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. ഞാൻ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ആരോഗ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഫോണിൽ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ അതൊരു ഓർഡറായി വരാനുള്ള സാധ്യത ഉണ്ട്. ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അങ്ങനെ ഹർഷനയ്ക്ക് നീതി ഉണ്ടാകുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ജോലി എന്ന ആവശ്യം, പിന്നീട് അനുഭവിച്ച ഒരുപാട് വേദനകളുണ്ട്. ആ വേദനകൾ, വലിയ സാമ്പത്തിക ചെലവുകൾ, ഇതൊക്കെ തന്നെ തീർപ്പാക്കുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ആരോഗ്യമന്ത്രിയിൽ നിന്നും ഹർഷനയ്ക്ക് ലഭ്യമാകുന്നത്.